വെൽക്കം ബാക്ക് ടു റെസിപ്പി ട്രൈ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 4 മണി സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിവടയാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഉള്ളിവടയൊക്കെ ഉണ്ടാക്കി ഫെയിലായിട്ടുള്ളവർ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഉള്ളിവടയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 4 സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മൈദയാണ്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. ഒരു പീസ് ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഉള്ളിവടയ്ക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്കിനി ഉള്ളിവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ സവാള മാത്രം ഒന്നെടുത്ത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിലുള്ള വെള്ളം ഇതിലേക്ക് ഇറങ്ങിക്കോളും. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളമൊന്നും ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിവട നമുക്ക് സോഫ്റ്റായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സവാളയിലുള്ള വെള്ളമെല്ലാം തനിയെ ഇറങ്ങിക്കോളും. അപ്പോൾ നമുക്ക് വെള്ളം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതിലേക്ക് പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം 4 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കടലമാവും കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് സവാളയിലുള്ള വെള്ളം നന്നായിട്ട് ഇറങ്ങിയതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒട്ടും ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മൈദ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം 2 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിത് പറയാൻ വിട്ടുപോയതാണ്. അപ്പം നമ്മുടെ ഉള്ളിവടയ്ക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിവട ഉണ്ടാക്കാനുള്ള മിക്സ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ഇതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മുടെ എണ്ണ ചൂടായെന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഉള്ളിയുടെ പീസിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളിവട മിക്സിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് ഓരോ ഷേപ്പായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇതിന് ശേഷം നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഈ എണ്ണയിലേക്ക് ഉണ്ടാക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ 1 സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറുപുറം കൂടി റെഡി ആയതിനു ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ വൈകിട്ടൊക്കെ നമ്മൾ ചായ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിവടയാണിത്. അപ്പോൾ വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ ഈ 15 മിനിറ്റ് മാറ്റി വെക്കുക എന്ന് പറയുന്നത് അത് നിങ്ങൾക്കൊരു സമയം കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും വളരെയധികം നന്ദി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.